ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്രേക്ക് ദ ഓൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. 1 വോൾട്ടിനും 12 വോൾട്ടിനും ഇടയിൽ ഏത് വോൾട്ടേജ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് LM317 IC ആണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 10 കിലോ ഓമിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇതിന് ബാസ് പോട്ട് എന്നൂടെ പറയും. പിന്നെ അവസാനമായിട്ട് ഒരു 220 ഓമിൻ്റെ റെസിസ്റ്റർ കൂടിയാണ് നമ്മുടെ ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ LM317 ICയും ആ ഒരു 220 ഓമിൻ്റെ റെസിസ്റ്ററും കൂടെ നമ്മൾ എടുക്കുക. എന്നിട്ട് ആ ഒരു ICയുടെ ഫസ്റ്റ് പിന്നിലും സെക്കൻഡ് പിന്നിലുമായിട്ട് നമ്മുടെ റെസിസ്റ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു ഫിഗർ വെച്ച് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റ് പിന്നിൻ്റെയും വോൾട്ടേജ് ഔട്ട് പിന്നിൻ്റെയും ഇടയിലാണ് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു റെസിസ്റ്റർ ICയുടെ മുകളിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി റെസിസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ ICയുടെ സെക്കൻഡ് പിന്നിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെസിസ്റ്റർ ICയുടെ മുകളിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സാധനം പറയാൻ വിട്ടുപോയിരുന്നു, ഒരു ഹീറ്റിംഗ് കൂടെ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ടിൽ ലോഡ് കൊടുക്കുമ്പോൾ നമ്മുടെ IC ചൂടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചൂട് പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് റേഡിയേറ്റ് ചെയ്ത് കളയാനാണ് നമ്മൾ ഹീറ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഒരു നട്ടും ബോൾട്ടും യൂസ് ചെയ്താണ് നമ്മൾ ഹീറ്റിംഗ് ICയുടെ മുകളിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹീറ്റിംഗ് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് കാർഡ്ബോർഡ് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹീറ്റിംഗ് കാർഡ്ബോർഡ് മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായി നമ്മുടെ 10 കിലോ ഓമിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ എടുത്തിട്ട് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിനിടയിലുള്ള ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒക്കെ വയേഴ്സ് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻപുട്ട് വയറാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് വയർ നമ്മുടെ ICയുടെ 3ാമത്തെ പിന്നിലും, അതുപോലെ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് വയർ ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 1ാമത്തെ പിന്നിലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ടിൻ്റെ 2 വയസ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ICയുടെ സെൻറ്ററിലത്തെ പിന്നിലും, അതുപോലെ നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഫസ്റ്റ് പിന്നിൽ, അതായത് നെഗറ്റീവ് വയർ കണക്ട് ചെയ്ത് അതേ പിന്നിലുമായിട്ട് നമുക്ക് 2 വയസ്സ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 2 വയസ്സും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വയസ്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എടുക്കാനുള്ള പോയിന്റ്. അതായത് ഈ 2 വയസ്സിലൂടെയാണ് നമുക്ക് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വയസ്സൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു വയർ കൂടെയാണ് കണക്ട് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ICയുടെ ഫസ്റ്റ് പിന്നിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത വയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ICയുടെ ഫസ്റ്റ് പിന്നിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ കണക്ഷൻസൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വയർ. അവിടെ നമ്മളൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു 2 വയസ്സാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ട് ഈ ഒരു വോൾട്ടേജ് വേരിയേഷൻ നമുക്ക് നടത്താൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 വോൾട്ടിൻ്റെ അടുത്താണ് കാണിക്കുന്നത്. നമുക്കിത് ഫുള്ള് കുറച്ച് നോക്കാം. ഏറ്റവും കുറവ് വോൾട്ടേജ് എത്രയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് വോൾട്ടേജ് നമുക്ക് വരുന്നത് 1.19 വോൾട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജ് എത്രയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ 11.20 വോൾട്ടാണ് ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ബാറ്ററിക്ക് കുറച്ച് ചാർജ് കുറവുണ്ട്, അതുകൊണ്ടാണ് 11 ഒക്കെ വരുന്നത്. സാധാരണ 12 വോൾട്ടിലധികം വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു റിയൽ ലൈഫ് ടെസ്റ്റിലേക്ക് കൊണ്ടുപോകാം. അതായത് ഒരു ചെറിയ LED നമുക്കിത് വെച്ച് കത്തിച്ച് നോക്കാം. ഈ ഒരു LED ഡയറക്റ്റ് 12 വോൾട്ട് ബാറ്ററിയിൽ കുറച്ച് അടിച്ചു പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് ഏകദേശം ഒരു 3 വോൾട്ടോളം അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു LED കത്തിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെ പൊട്ടൻഷ്യോമീറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഏകദേശം 3 വോൾട്ടിനോട് മാച്ച് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം 3 വോൾട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് LED കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, 3 വോൾട്ടിൻ്റെ LED ആണിത്. അത് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 12 വോൾട്ടിൻ്റെ LED കൂടെ നമുക്ക് കത്തിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ 12 വോൾട്ടിൻ്റെ LED സ്ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ 12 വോൾട്ടിനും 1 വോൾട്ടിനും ഇടയിൽ ഏത് വോൾട്ടേജും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിച്ചിട്ട്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ടെക്നോളജി DIY വീഡിയോസ് ഇനിയും ലഭിക്കാനായി ബ്രേക്ക് ദ ബോൺ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സോ ടേക്ക് കെയർ ഗൈസ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.